കോഴിക്കോട് കൊയിലാണ്ടിയിൽ നവജാത ശിശുവിനെ പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പൊക്കിൾക്കൊടി പോലും മാറ്റാത്ത നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. വിവരങ്ങളുമായി റിയാസ് കെമാർ ചേരുന്നുണ്ട്. റിയാസ്, അതിദാരുണമായ സംഭവം തന്നെയാണ് കൊയിലാണ്ടിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. നവജാത ശിശുവിനെയാണ് പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോഴായിരുന്നു സംഭവം. ഈ അന്വേഷണം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? വൃന്ദ, ഏറ്റവും ദയനീയമായ ഒരു കാഴ്ച, അങ്ങേയറ്റം വേദനിപ്പിക്കുന്ന, കരളലിയിപ്പിക്കുന്ന ഒരു കാഴ്ച. ഒരു മനുഷ്യനും ചെയ്യാൻ തോന്നാത്ത ഒരു ഹീനമായൊരു കൃത്യം നടന്നു എന്നുള്ളതാണ് നമുക്ക് ഈ കൊയിലാണ്ടിയിൽ നിന്നും വ്യക്തമാകുന്നത്. കൊയിലാണ്ടിയിലാണ് നെല്ലിയാടിക്കടവ് പാലത്തിന് സമീപമുള്ള പുഴയിൽ ഈ കുഞ്ഞിന്റെ മൃതദേഹം കാണപ്പെട്ടത്. നവജാത ശിശുവിന്റെ മൃതദേഹമാണ് കാണപ്പെട്ടത്. പൊക്കിൾക്കൊടി പോലും അറുത്ത് മുറിച്ച് മാറ്റിയിട്ടില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ആ കുഞ്ഞ് ഈ ലോകത്തേക്ക് വന്ന് പ്രസവിച്ച് ആ കുഞ്ഞ് പിറന്ന് മണിക്കൂറുകൾ പോലും ആയിട്ടില്ല. ആ കുഞ്ഞിനെ പുഴയിൽ ഒഴുക്കി വിട്ടു കൊന്നു എന്നുള്ളത് തന്നെയാണ്. ക്രൂരമായ ഹത്യ ആണ് നടന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ. അങ്ങേയറ്റം വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. ആ കുഞ്ഞ് വെള്ളത്തിൽ കമിഴ്ന്ന് കിടക്കുന്ന ഒരു കാഴ്ച. ആ കുഞ്ഞിന്റെ മൃതദേഹം, ഒരു പിഞ്ചു കുഞ്ഞ് കമിഴ്ന്ന് കിടക്കുന്ന ഒരു കാഴ്ച. അതും രാവിലെ തന്നെ ആ കാഴ്ച കാണുമ്പോൾ നമ്മുടെ എല്ലാം മനസ്സ് കരളലിഞ്ഞു പോകുന്നുണ്ട്. ഇങ്ങനെ ഒരു കുഞ്ഞിനെ വേണ്ട എങ്കിൽ നിരവധി സംവിധാനങ്ങളുണ്ട്. അമ്മത്തൊട്ടിൽ പോലുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഉപയോഗിക്കാതെ ഒരു കുഞ്ഞിനെ ക്രൂരമായി കൊന്നു എന്നുള്ള ഒരു നികൃഷ്ടമായ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. ഇന്ന് പുലർച്ചെ 1:30 ഈ പാലത്തിന് സമീപത്തായി മത്സ്യത്തൊഴിലാളികളാണ്, മീൻ പിടിക്കാൻ പോയ ആളുകളാണ് ഈ ഒരു കാഴ്ച കാണുന്നത്. ആദ്യം അവർ കരുതിയിരുന്നത് എന്തോ പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞു കെട്ടി എന്നുള്ളതായിരുന്നു അവർ കരുതിയിരുന്നത്. പക്ഷെ അടുത്ത് പോയി വെളിച്ചം അടിച്ചു നോക്കിയപ്പോഴാണ് അവർ വ്യക്തമായി കണ്ടത് ഒരു പാവാട പോലുള്ള ഒരു തുണിയിൽ ആ കുഞ്ഞിന്റെ മൃതദേഹം പൊതിഞ്ഞ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ആൺകുട്ടിയാണ് എന്ന് വ്യക്തമായിട്ടുണ്ട്. ആ കുഞ്ഞിനെയാണ് കൊന്നത്. അവർ പിന്നീട് കൊയിലാണ്ടി പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. കൊയിലാണ്ടി പോലീസാണ് അഗ്നിരക്ഷാസേനയെ വിവരമറിയിച്ചത്. അഗ്നിരക്ഷാസേനയും പോലീസും എത്തിയാണ് കുഞ്ഞിന്റെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയത്. ഇനി കുഞ്ഞിനെ കൊന്നതാരാണ്, കുഞ്ഞിനെ ഇങ്ങനെ ക്രൂരമായ രീതിയിൽ ഈ നവജാത ശിശുവിന്റെ മൃതദേഹം അല്ലെങ്കിൽ നവജാത ശിശുവിനെ പുഴയിലേക്ക് തള്ളിയിട്ടതാരാണ്, കൊന്നതാരാണ് തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് കൊയിലാണ്ടി പോലീസ്. അതിന് വ്യക്തമായ ഉത്തരം എന്തായാലും ഇന്നോ നാളെ ഉള്ളിൽ കിട്ടുമെന്നാണ് പോലീസും പ്രതീക്ഷിക്കുന്നത്. വൃന്ദ, റിയാസ്, അതോടൊപ്പം തന്നെ ഈ ഒരു സംഭവമായിട്ടുള്ള അന്വേഷണം ഏത് രീതിയിലാണ് പുരോഗമിക്കാനുള്ള ഒരു സാധ്യത? കാരണം ആ ഒരു പ്രദേശത്തുള്ള ആളുകളെ ചോദ്യം ചെയ്യൽ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ടോ? ആ പ്രദേശത്തുള്ള ആളുകൾ മാത്രമല്ല, ഇതിന്റെ പരിസരങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് സമീപകാലത്ത് പ്രസവ ചികിത്സയുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ആളുകളെ കുറിച്ച് പോലീസ് അന്വേഷിച്ചു വരുന്നുണ്ട്. കാരണം ആരൊക്കെ ഏതൊക്കെ തരത്തിൽ പ്രസവ ചികിത്സ തേടി, ഇവിടെ അല്ലെങ്കിൽ മറ്റൊരിടത്ത് അങ്ങനെ പ്രസവ ചികിത്സ തേടിയിട്ടുണ്ടോ, മറ്റു കാര്യങ്ങൾ CCTV ദൃശ്യങ്ങൾ വല്ലതും കിട്ടുമോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ആവശ്യമെങ്കിൽ കുഞ്ഞിന്റെ DNA അടക്കമുള്ള സാമ്പിളുകളൊക്കെ ശേഖരിച്ചുകൊണ്ടുള്ള ശാസ്ത്രീയമായ ഒരു അന്വേഷണം, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി ലഭിച്ചാൽ മാത്രമേ കൃത്യമായ രീതിയിലുള്ള കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ. കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം നടക്കുക കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ്. കുഞ്ഞിന്റെ മൃതദേഹം ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. നാടിനെ നടുക്കിയ ഒരു കൊലപാതകം, ഒരു ഹത്യ എന്ന് തന്നെ നമുക്ക് ഇതിനെ പറയാം. ഒരിക്കലും ഒരു മനുഷ്യന് അങ്ങനെ ചെയ്യാൻ തോന്നില്ല. അത് മനുഷ്യനേക്കാൾ മനുഷ്യത്വം മരവിച്ചു പോയ ഏതോ ഒരു അധമൻ അല്ലെങ്കിൽ അധമ ചെയ്ത ഒരു ക്രൂര ഹത്യയായി മാത്രമേ നമുക്കിതിനെ വിശേഷിപ്പിക്കാൻ പറ്റൂ. ഈ കുഞ്ഞിനെ പിറന്നത് മാതൃത്വമാണ് എന്ന് പറയാൻ പോലും മടിക്കേണ്ടി വരുന്ന ഒരു കാര്യം. വാത്സല്യം കൊണ്ട് താരാട്ട് പാടേണ്ട കൈകൾ തന്നെ കഴുത്ത് ഞെരിച്ച് കൊന്നു എന്ന് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം. ആ കുഞ്ഞിന് നീതി ലഭിക്കട്ടെ, കുഞ്ഞിന്റെ ആത്മാവിന് നീതി ലഭിക്കട്ടെ, കൃത്യമായ അന്വേഷണം നടക്കട്ടെ. ശരി, റിയാസാണ് വിവരങ്ങൾ പങ്കുവച്ചത്.